MTN ന്യൂസ് മലയാളം ടെലിവിഷൻ നെറ്റ്വർക്ക്. തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങനെയാണ് ഒരു പൊതു വിലയിരുത്തൽ വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിലയിരുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് CPIM-ന്റെ എല്ലാ തലത്തിലുമുള്ള കമ്മിറ്റികൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റികൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നാളെ കൂടി കഴിഞ്ഞാൽ സംസ്ഥാനത്തെ ഏരിയ കമ്മിറ്റികൾ യോഗം ചെയ്യും. തുടർന്ന് അതിന് താഴെയുള്ള ഘടകങ്ങളും യോഗം ചെയ്യും. അതൊരു സമഗ്രമായ പരിശോധനയും ചർച്ചയുമാണ് നടക്കുക. അപ്പൊ അതിന്റെ പാതയിലാണ് ഞങ്ങൾ. ഇപ്പോ കൊല്ലം ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ യോഗം ചേർന്നതിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും. ഒന്ന്, ഈ യോഗം ചേരുന്നത് നല്ല ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടിയാണ്. വിമർശനങ്ങൾക്കും ശരിയായ വിലയിരുത്തലുകൾക്കും പുതിയ നിർദ്ദേശങ്ങൾക്കും ഒക്കെ വേണ്ടിയാണ് ഈ കമ്മിറ്റികൾ ചേരുന്നത്. അപ്പൊ യോഗം ചേർന്നു, യോഗത്തിൽ ഒരു വിമർശനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അരുതാത്തത് എന്തോ സംഭവിച്ചു എന്ന് കരുതേണ്ടതേയില്ല. വിമർശനവും സ്വയം വിമർശനവും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മുഖമുദ്രയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളെ സംബന്ധിച്ച് വന്ന വാർത്ത, ഇപ്പൊ കൊല്ലത്ത് ഞാൻ പങ്കെടുത്തിട്ടില്ല, എനിക്കറിയില്ല. ഞാൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു. അത് സംബന്ധിച്ച് വന്ന വാർത്ത പക്ഷേ കമ്മിറ്റിയിൽ നടന്ന ചർച്ചകളുടെ പ്രതിഫലനമല്ല. അതെനിക്ക് അത്ഭുതകരമായി തോന്നി. യോഗം കഴിഞ്ഞ് വാർത്തകൾ കാണുമ്പോൾ ഞാൻ പങ്കെടുത്ത കമ്മിറ്റിയെ കുറിച്ച് തന്നെയാണോ ഈ വാർത്ത എന്ന സംശയമാണല്ലോ. അപ്പൊ വാർത്തകൾ കുറെയൊക്കെ ഭാവനയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടോ പൊടിയോ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചിട്ടാണ് വാർത്തയായി വരുന്നത്. അപ്പോൾ വാർത്തകളെ അങ്ങനെ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷെ നല്ല ആഴത്തിലുള്ള പരിശോധന, സമഗ്രമായ പരിശോധന, അതിന്റെ ഭാഗമായിട്ടുള്ള തുറന്ന ചർച്ച, അതാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനപ്പുറമുള്ളതൊക്കെ പിന്നെ വാർത്തയ്ക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി വരുന്ന കാര്യങ്ങൾ എന്നേ ഉള്ളൂ. അതിനൊന്നും കണക്കെടുക്കുന്നില്ല. സെക്രട്ടേറിയറ്റ് യോഗങ്ങൾക്ക് പുറമെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം CPM-നെ തന്നെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ, സ്വതന്ത്രരായി മത്സരിച്ച സ്ഥാനാർത്ഥികളൊക്കെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഒന്ന് ഷറഫ് അലി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി വിഷയത്തിൽ സർക്കാരിന്റെ സമീപനം മോശമായിരുന്നു, അത് വേണ്ട രീതിയിൽ ഇടപെട്ടില്ല, വിമർശിച്ചില്ല, അതുകൊണ്ട് മുസ്ലിം വോട്ടുകളൊക്കെ അകന്നു എന്ന് ഷറഫ് അലി കൃത്യമായി തന്നെ പറഞ്ഞു. ഞാൻ അത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അത് ഞാൻ നിങ്ങളോട് ചോദിച്ചത് ഏതാണെന്നുള്ള ചോദിച്ചത്. സ്വാഭാവികമായിട്ട് ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവും. അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതിനൊന്നും ഒരു തെറ്റുമില്ല. അപ്പോൾ ഓരോ അഭിപ്രായത്തെ കുറിച്ച് ഞാനിപ്പോ കമന്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ പ്രതികരണങ്ങൾ അങ്ങനെ എന്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൊരു കാര്യമല്ല. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എനിക്കും ഒന്നും തന്നെ പറയാനില്ല. പിന്നെ സ്വാഭാവികമാണ്, വലിയൊരു പരാജയം ഉണ്ടാകുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വരും, ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും. വിജയം ഉണ്ടാകുമ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങളും വരും. അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനപ്പുറത്ത് കേരളത്തിലെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണം, അത് കേരളീയ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റം, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ആഴത്തിലുള്ള വിലയിരുത്തലുകളും പരിശോധനകളും ഒക്കെയാണ് ആവശ്യം. അതിനപ്പുറത്തുള്ളതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. വിജയവും പരാജയവും ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന പ്രതികരണങ്ങളെ നമ്മൾ അങ്ങനെ കാണേണ്ടത്. വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളൊക്കെ എല്ലാം മുഖ്യമന്ത്രിയിലേക്ക് മാത്രമാണെന്നുള്ളത്, അങ്ങനെ രീതിയിലേക്ക് പോകേണ്ടതുണ്ടോ? അതും ഒരു തെറ്റായ പ്രവണതയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായാലും വിജയം ഉണ്ടായാലും അത് ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ സമീപനമേ അല്ല. അത് ശാസ്ത്രീയമല്ല, അത് സമഗ്രമല്ല, അത് ഇടതുപക്ഷ വിശകലനത്തിന്റെ ഭാഗവും. വിജയമായാലും പരാജയമായാലും ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തപ്പെടേണ്ടത്. പരാജയപ്പെടുമ്പോൾ ഒരു ടീമായി പ്രവർത്തിച്ച് വന്നിട്ടുള്ള ഒരു പരാജയമാണ്. ആ പരാജയത്തിന് ഞങ്ങളെല്ലാം അവകാശികളാണ്. വിജയിക്കുമ്പോഴും പരാജയപ്പെടുമ്പോഴും അത് ഏതെങ്കിലും വ്യക്തിയിലേക്ക് ചുരുട്ടിക്കാണുക എന്നത് ഒട്ടും യാഥാർത്ഥ്യബോധമില്ലാത്തതാണ്. അതിനെയൊന്നും ഞങ്ങൾ ഗൗരവമായി പരിഗണിക്കുന്നതില്ല. ഈ യോഗങ്ങളുടെ ഒരു പ്രധാന കാര്യം തോൽവി എങ്ങനെയുണ്ടായി എന്ന കാര്യങ്ങളൊക്കെ പഠിക്കൽ കൂടിയാണല്ലോ, പലരുടെയും അഭിപ്രായങ്ങൾ കേൾക്കും കൂടിയാണല്ലോ. അപ്പൊ അതിനു മുൻപ് തന്നെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയോ പാർട്ടി? അതിനൊന്നും തമ്മിലൊന്നും ഒരു ബന്ധവുമില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഇപ്പോ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പറ്റിയ വീഴ്ചയാണ് തെരഞ്ഞെടുപ്പ് പരാജയം എന്ന് കാണുന്നത് തന്നെ ജനാധിപത്യ വിരുദ്ധമായ ഒരു വിശകലനമാണ്. അത് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ പ്രേരിതമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചാരവേല മാത്രമാണ്. ആ പ്രചാരവേലയൊന്നും ആരും തലയിലെടുത്ത് വെക്കുന്നില്ല. ഇടതുപക്ഷം തലയിലെടുത്ത് വെക്കുന്നേ ഇല്ല.
പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾക്കെതിരെ നടക്കുന്ന ശക്തമായ വിമർശനവും ഒരു പരിധി കടന്നിട്ടുള്ള ആക്രമണവും അതൊന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ സ്വാധീനിക്കുന്ന ഒരു കാര്യവുമല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വിശകലന രീതികളും ചർച്ചയും അതിന്റെ പരിശോധന സംവിധാനങ്ങളും എല്ലാം. അപ്പൊ പുറമേ നടക്കുന്ന ചർച്ചകൾ പുറത്ത് മാത്രമുള്ളതാണ്. അത് ഞങ്ങൾ അപ്പാടെ സ്വീകരിക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമല്ല. പിന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോ കേരളത്തിൽ ഇടതുപക്ഷത്തെ നയിക്കുന്നത്, CPIഎമ്മിനെ നയിക്കുന്നത് 2 തവണ മുഖ്യമന്ത്രിയായ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ഒരാൾ മാത്രമേ ഈ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ കൂട്ടത്തിൽ നിന്നു. അപ്പോ അത്രയും തലമുതിർന്ന ഒരു നേതാവ് ജയിച്ചു വരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് മറ്റൊരു ചിന്ത തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെയോ പാർട്ടി നേതൃത്വത്തെയോ മനസ്സിൽ ഉണ്ടായിട്ടേ ഇല്ല. അത്തരത്തിലുള്ള ചില ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഞാനതിനാരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം നമ്മുടെ സമൂഹം കണ്ട് ശീലിച്ചിട്ടുള്ളത് പലപ്പോഴും വലതുപക്ഷ രീതികളാണ്. ഇപ്പോൾ UDF-ന് ഒരു പരാജയം സംഭവിച്ചാൽ ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ആരിലേക്കെങ്കിലും ഇട്ട് അവരെ കുറ്റവിചാരണ ചെയ്ത് പിടിച്ചു പുറത്താക്കും. നമുക്കത് കണ്ടതാണ്. ഇപ്പോൾ 2016 UDF പരാജയപ്പെട്ടപ്പോൾ പെട്ടെന്ന് പ്രതിപക്ഷ നേതാവായിട്ട് ഉമ്മൻചാണ്ടി മാറ്റുന്നത് പുതിയൊരു പ്രതിപക്ഷ നേതാവ്. 2021 പരാജയം ആവർത്തിച്ചപ്പോൾ ഇത് വീണ്ടും നമ്മൾ കണ്ടു. KPCC പ്രസിഡന്റിനെ പെട്ടെന്ന് മാറ്റുന്നതാണ്. അതൊക്കെ ഒരു വലതുപക്ഷ രീതിയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കുറെ കൂടി വ്യക്തി കേന്ദ്രീകൃതമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളുടെ നേതൃത്വം എന്ന് പറയുന്നത് കൂട്ടായ നേതൃത്വമാണ്. കൂട്ടായ നേതൃത്വത്തിന്റെ പ്രവർത്തനമാണ്. ഇവർ ഈ ഏകാധിപത്യം എന്നൊക്കെ ആക്ഷേപിക്കുമ്പോൾ അത് അവർക്കാണ് ബാധകമാവുന്നത്. അതുകൊണ്ടാണ് അവർ പരാജയങ്ങൾ നേരിടുമ്പോൾ പരിഭ്രാന്തരാവുന്നു, ഒരു നേതാവിനെ പിടിച്ചങ്ങ് മാറ്റുന്നു, ആ നേതാവാണ് ഇതിനെല്ലാം കാരണക്കാരനെന്ന് പറയുന്നു. അതൊക്കെ ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ്, വലതുപക്ഷ സമീപനമാണ്. ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കൂട്ടായിട്ടാണ്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടല്ല. ഇപ്പോ സെക്രട്ടറി മാത്രമല്ല CPM-നെ നയിക്കുന്നത്, കൂട്ടായ നേതൃത്വമാണ്. അതിന് സെക്രട്ടറി നേതൃത്വം കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പരാജയം വരുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതാണ്. ഞങ്ങൾ അത് ആരുടെയെങ്കിലും ഒരാളുടെ തലയിലിട്ടിട്ട് ഈ പരാജയത്തിന് ഞങ്ങൾക്കാർക്കും പങ്കില്ല എന്ന് പറയുന്ന രീതിയല്ല. അപ്പൊ ഞങ്ങൾ കൂട്ടായി പരാജയത്തെ ധീരമായി നേരിടും. പരാജയ കാരണങ്ങൾ ആഴത്തിൽ പരിശോധിക്കും, തുറന്ന മനസ്സോടെ പരിശോധിക്കും. അത് സംബന്ധിച്ചുള്ള എല്ലാ വിമർശനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഇടതുപക്ഷക്കാരല്ലാത്തവരുടെ അഭിപ്രായങ്ങളെയും ഞങ്ങൾ വിലമതിക്കും. അതിന്റെ എല്ലാം ഭാഗമായി കൂടുതൽ കരുത്തോടെ ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്യും. ഞങ്ങൾ ഇതിനെല്ലാം ഒരു സ്വാഭാവികമായ കാര്യമായിട്ടേ കാണുന്നുള്ളൂ. കാരണം തെരഞ്ഞെടുപ്പിൽ ഇതിനു മുൻപും ഇടതുപക്ഷം കേരളത്തിൽ ശക്തമായ പരാജയങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്, കനത്ത തിരിച്ചടികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴുള്ളത്ര തന്നെ MLA-മാരില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ 0 MP-മാർ മാത്രം എന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെയെല്ലാം അഭിമുഖീകരിച്ചാണ് കടന്നു വന്നത്. പരാജയങ്ങളിൽ തളർന്ന നിരാശാഭരിതരായി നാടുവിട്ടു പോകുന്ന സാഹചര്യം അല്ല ഇടതുപക്ഷത്തുള്ളത്. പരാജയവും വിജയവും മനസാന്നിധ്യത്തോടെ പരിശോധിക്കുകയും വിജയിക്കുമ്പോൾ വിജയത്തിലൂടെ കൈവരുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുമ്പോൾ പരാജയ കാരണങ്ങളെ സംബന്ധിച്ച് ആഴത്തിൽ പരിശോധിച്ച് മനസ്സിലാക്കി തിരുത്തേണ്ടതൊക്കെ തിരുത്തി കൂടുതൽ കരുത്തോടെ തിരിച്ചു വരികയും ചെയ്യുന്ന അനുഭവമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അതിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ അതിൽ ഞങ്ങൾ മുൻപോട്ട് പോകും. ഇതൊന്നും ഞങ്ങളെ ഒരു പരിധിക്കപ്പുറം ബാധിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്യുന്ന കാര്യമേ അല്ല എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. UDF സർക്കാരിന്റെ ഹൃദയം പറയും ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.